നമ്മെ ചേർത്ത് തിരികെ ദൈവസ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ചുറ്റും ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ദൈവകൃപയുടെ കടലിൽ നിൽക്കുവാൻ സാധിക്കുന്നത്. അവരെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയണമെന്നില്ല. ചില നോട്ടങ്ങളിലൂടെ, ചില സംസാരങ്ങളിലൂടെ, ചില ചേർത്ത് നിർത്തലുകളിലൂടെ അവർ നമ്മെ നേർവഴിക്ക് നടത്തുന്നു. അവർ ദൈവത്തിനു വേണ്ടി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ദൂതന്മാർ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് കാലങ്ങൾക്ക് ശേഷം അവരുടെ അസാന്നിധ്യത്തിലായിരിക്കും. ഞങ്ങൾ നിങ്ങളെ ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു തനി നാട് മാർത്തോമാ കുടുംബം. ഈ വീട്ടിൽ നടന്നതും നടക്കുന്നതുമായ ചില സംഭവങ്ങൾ നമ്മുടെ പലരുടെയും വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളുമായി സാമ്യം തോന്നുകയാണെങ്കിൽ കേവലം യാദൃശ്ചികമല്ല, ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം. ഈ ക്രിസ്മസ് കാലയളവ് എല്ലാവർക്കും ചില തിരിച്ചറിവുകളുടെ സമയമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടും പ്രത്യാശയോടും ഞങ്ങൾ സന്തോഷത്തോടെ അവതരിപ്പിക്കുന്ന ഒരു ചെറുനാടകം. എടി മോളെ, 7 മണി കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ സമയം എന്നറിയത്തില്ലേ? പിന്നെ അച്ഛനും ആ കരോളുകാരൻ പാടാനൊന്നുമില്ല. ഓ, ഇങ്ങനെ ഒരു പ്രാർത്ഥന കുറച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചാലേ കുഴപ്പം. കർത്താവ് അവിടെ തന്നെ കാണുമല്ലോ. മോൾ ഒരു വീഡിയോ ഇട്ടിട്ട് 5 days ആയി. മോളുടെ ഫോളോവേഴ്സ് എല്ലാം വീഡിയോ കാണാതെ വിഷമിച്ചിരിക്കുക. മോളെ പെട്ടെന്ന് വീഡിയോ റെഡിയാക്കുക. മേക്കപ്പ് കുറച്ചുകൂടെ ആവാം. നീ പോയി മേക്കപ്പ് ഇടുമോളെ. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചാനലിൽ നിന്ന് വാങ്ങിയ ഷോർട്സും ടോപ്പും ഇട്ടത് അതില്ല. അതാവുമ്പോൾ മോളുടെ വീഡിയോസ് മില്യൺ കയറും. ഇടി ഈ വീഡിയോസ് ഇടുന്ന ഉത്സാഹം നീ എന്താ മോളെ സൺഡേ സ്കൂളിലും പള്ളിയിലും ഇവിടെ കാണിക്കാത്തത്? എന്റെ മോളെ, ഇങ്ങനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. മോളെ പെട്ടെന്ന് റെഡിയായി വീഡിയോ എടുക്കാൻ നോക്കുക. ഇടി ഇതൊന്നും ശരിയല്ല. ഞാൻ പറഞ്ഞേക്കാം, ദൈവമാണ് നമുക്ക് ഇനി കാണുന്നതൊക്കെ തന്നത്. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ഓ, ഇങ്ങേരുടെ ഒരു പള്ളി പ്രസംഗം എനിക്കിതൊന്നും കേട്ടോണ്ടിരിക്കുന്ന സമയമില്ല. നീ എന്താ ഒരേ കെട്ടി ഈ രാത്രി ഇങ്ങോട്ട് പോവുക? ക്രിസ്മസ് ആയിട്ട് അച്ഛനും കരോളുകാരും പാടാൻ വരുമെന്ന് അറിയത്തില്ല. അത് നിങ്ങൾ തന്നെ മാനേജ് ചെയ്യും. ഞങ്ങളുടെ ഇട്ടിയപ്പാല സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച് 3-4 പേര് ഇവിടെ ഉണ്ട്. FB-യിലൂടെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ഇന്ന് ഞങ്ങളുടെ ഒരു ഗെറ്റുഗതർ, അതിന് പോവാ. വരാൻ ലേറ്റ് ആവുമേ. ഓ, പഴയ കൂട്ടുകാരെ കാണാൻ പോകാനാണോ ഇത്രയും മേക്കപ്പ്? നിങ്ങൾ എന്നതാ മനുഷ്യ പറയുന്നേ? ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറേ ഇല്ലല്ലോ. ഇതൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഞങ്ങൾ കാരണവന്മാരായിട്ട് സൗന്ദര്യമുള്ളവരാ. ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ ഒന്നും ചെയ്യാറില്ല. പിന്നെ നിന്റെയൊക്കെ കുടുംബക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അയ്യോ, നിന്റെ സൗന്ദര്യം പെണ്ണ് കാണുമ്പോൾ ഞാൻ കണ്ടതാ. അതെ, എന്നെ കണ്ട സന്തോഷത്തിന് കണ്ണു പിടിച്ചങ്ങ് നിൽക്കുമല്ലായിരുന്നു. ഓ, അത് നിന്നെ കണ്ട സന്തോഷം കൊണ്ടൊന്നുമല്ല. ഒരു സാരി മാത്രം നടന്നു പോകുന്നത് കണ്ട് അന്തടിച്ച് കണ്ണുപിടിച്ച് നോക്കിയിരുന്നതാ. സൂക്ഷിച്ച് നോക്കിയപ്പോഴല്ലേ പെൻസിൽ പോലെ നീ അതിനകത്തുണ്ടെന്ന് മനസ്സിലായത്. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മുടെ ആദ്യം വരുമ്പോൾ അവന് ഫുഡ് റെഡിയാക്കി കൊടുക്കണം. നിങ്ങളും എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നു. ഞാൻ വരാൻ ലേറ്റ് ആവും. ഓ ശരി, ഭവതി എങ്ങോട്ടാണെന്ന് വെച്ചാ പോയാൽ വീടും കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്തു. ഓക്കെ ഡാർലിംഗ്, സോ സ്വീറ്റ് ഓഫ് യു. ഓ, ആ സണ്ണിക്കും ജീവോരും എന്നെ കാണുമ്പോൾ മനസ്സിലാവുമോ എന്തോ. അപ്പൊ ശരി, ബൈ. കരുണയോടെ സൂക്ഷിച്ചവനേ
ശബ്ദമുണ്ടാക്കി ഡിസ്റ്റർബ് ചെയ്ത് പപ്പ വേണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മോളെ, നീ ഇത്രയും പഠിച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയത് പപ്പായുടെ മുട്ടിപ്പോയ പ്രാർത്ഥന കൊണ്ടാണ്. അത് നീ മറക്കരുത്. ദൈവമാണ് എല്ലാം നമുക്ക് തന്നത്. പപ്പ, ഞാൻ ഈ പ്രോജക്ട് ചെയ്തെങ്കിൽ ദൈവം ഒന്ന് ചെയ്യില്ല. എനിക്കെന്റെ കരിയർ നോക്കാം. മോളെ, ലോകത്തിന്റെ ജ്ഞാനം നീ നേടിയപ്പോൾ ദൈവീക പരിജ്ഞാനം നിനക്ക് നഷ്ടപ്പെട്ടു. What is the use of all these academic accolades and achievements when you have lost your divine wisdom? പപ്പായ്ക്ക് ഈ ബുക്സ് ഒന്നും വായിച്ച് ശീലമില്ല. അതാണൊന്നും മനസ്സിലാകാത്തത്. കുറച്ചുകൂടി പഠിക്കാൻ കഴിയും. എന്റെ പൊന്നു മോളെ, ഈ കറുത്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് ലോകത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇത് വായിക്കാനും പഠിക്കാനും കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. അല്ലെങ്കിൽ ലക്ഷ്യമില്ലാതെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ പപ്പയെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ശബ്ദം ഉണ്ടാക്കി എന്നെ ഡിസ്റ്റർബ് ചെയ്തു. ടുഡേ ഐ ഹാവ് ടു കംപ്ലീറ്റ് ദ റിപ്പോർട്ട്. സോ പ്ലീസ് ഡോണ്ട് മേക്ക് നോയ്സ്. കർത്താവേ, എന്റെ കുടുംബം എങ്ങനെയാണ് നിന്നെ മറന്ന് ജീവിക്കുന്നവരായി മാറിപ്പോയിരിക്കുന്നത്? ചെറുപ്പം മുതലേ പള്ളിയും പട്ടക്കാരുമായി ജീവിച്ച കുടുംബമായിരുന്നല്ലോ. ഇപ്പോൾ സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ദൈവത്തെ വേണ്ടതായിരിക്കും. എടാ മോനെ ആൽവിന്, നീ അപ്പന്റെ നെഞ്ചത്തോട്ടാണോടാ ബോളടിച്ച് കയറ്റുന്നത്? നീ എവിടെയായിരുന്നു ഇത്ര നേരം? അപ്പ, ഇത് ഞങ്ങളുടെ ഫുട്ബോൾ മാച്ച് അല്ലായിരുന്നോ? ദേ കണ്ടോ, 2 ഗോൾ അടിച്ച ബെസ്റ്റ് പ്ലെയറിന്റെ പ്രൈസുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എവിടെ എല്ലാരും വിളിക്ക്. ഇന്ന് നമുക്ക് അടിച്ച് പൊളിക്കണം. മോനെ, എന്ത് പറ്റി? നിന്റെ സംസാരത്തിനൊരു വ്യത്യാസം. നിന്റെ നാക്ക് കുഴയുന്നുണ്ടല്ലോ. Come on, പപ്പ, ഇന്ന് ഞങ്ങൾ വിൻ ചെയ്ത ദിവസമല്ലേ? ചെൽ പപ്പ, ചെൽ. നീ മദ്യപാനം തുടങ്ങിയോ? നീ എത്രയൊക്കെ വിജയിച്ചു എന്ന് പറഞ്ഞാലും ദൈവത്തെ കൂടാതെയുള്ള വിജയവും ആഘോഷവും ഒന്നും ശാശ്വതമല്ല. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. ഞാൻ പറഞ്ഞേക്കാം. ഹാപ്പി ക്രിസ്മസ് ആൽവിൻ. എന്നാ മോനെ, നിന്നിപ്പോ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. ഓ, ഇനി അടുത്ത ഉപദേശം. അച്ഛൻ, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാകില്ല. എല്ലാരും കയറി ഇരിക്കും. അച്ഛന്റെ കുഞ്ഞാണ് ദേ അവിടെ നിൽക്കുന്നത്. എവിടാച്ചാലോ എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അമ്മമ്മയും ജാനിയായും ഒക്കെ എവിടാ? എന്താണ് സംഭവം? അച്ഛാ, എനിക്ക് എന്റെ കുടുംബത്തെ ക്രിസ്തുവിൽ നേടുവാൻ സാധിച്ചു. എന്റെ പ്രാർത്ഥനകളും എന്റെ ആഗ്രഹങ്ങളും ദൈവമുള്ള ഒരു ഭവനം കണ്ടുപിടിക്കണമെന്നായിരുന്നു. പക്ഷെ അവരെല്ലാവരും ഇപ്പൊ ദൈവത്തെ മറന്നുപോയിരിക്കുന്നു. അച്ചായോ, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമൊന്നും. എനിക്കറിയാം എങ്ങനെയാണ് അച്ചായ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവരൊക്കെ വളർന്നു വലുതായപ്പോൾ എല്ലാം മറന്നിരിക്കുന്നു. അച്ഛൻ വിഷമിക്കും. അച്ഛന്റെ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തിന് അനുഗ്രഹം എല്ലാം അനുകൂലമായിരുന്നു. ഒരിക്കൽ ദൈവവഴിയിലായിരുന്നവർ തീർച്ചയായും മടങ്ങി വരും. അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടില്ല. കർത്താവ് എല്ലാം കാണുന്നു, അറിയുന്നു. എന്റെ അച്ഛൻ, എന്റെ പ്രാർത്ഥന എപ്പോഴും എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ദൈവം കൈവിടില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അവർ ദൈവസന്നിധിയിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. എല്ലാം ചെയ്യണം. സമാധാനമായി എല്ലാം ശരിയാവും. ഞങ്ങളുടെ അച്ഛൻ ഇവിടെ രാവിലെ പള്ളി പോവാണെന്ന് പറഞ്ഞ് പോയതാണെന്ന്. അതമ്മാമേ, അച്ഛനൊന്നും പറയണ്ട. പള്ളിയിൽ വരാത്തതിന് ഞങ്ങളെ ഉപദേശിക്കാനല്ലയോ? അച്ഛൻ ഞാനും പിള്ളേരും ഒക്കെ പല പല പരിപാടിയിൽ എൻഗേജ് അല്ലേ. അല്ലാതെ ഇരിയാന്റെ കൂട്ട് പള്ളി മാത്രമല്ലല്ലോ. അപ്പൊ എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ വരാൻ പറ്റുകയില്ല. അമ്മാമേ, ഞാൻ വന്നത് അച്ഛാ, ഞാൻ അച്ഛനെ ഒന്ന് കാണുകയില്ല. ഞങ്ങളുടെ പ്രൊഫസർ പറയുന്നത്
ദൈവം ജസ്റ്റ് ഒരു ഇമാജിനേഷൻ മാത്രമാണ്. അല്ലെങ്കിൽ ഈ യുദ്ധവും ഉരുൾപൊട്ടലും മനുഷ്യർ ചാവുന്നതും ലോകത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ദൈവം കാണുന്നില്ല. ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ. മോളെ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് വേറൊരു കാര്യം അറിയിക്കാനാണ്. നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നേ. അച്ഛ, ഒരു മിനിറ്റ്, എന്റെ വർക്കൗട്ട് ഇപ്പൊ കംപ്ലീറ്റ് ആവും. മോനെ, എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ വരണം. നിങ്ങളെ വിഷമമുള്ളൊരു കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ സമയം, നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയേ പറ്റൂ. എന്തിനാ അച്ഛാ എത്ര വലിയൊരു ഇൻട്രഡക്ഷൻ? അച്ഛൻ പറഞ്ഞാൽ മതി. അങ്ങേര് എന്തെങ്കിലും കുറ്റം ഞങ്ങളെ പറ്റി പറഞ്ഞു കാണും. അച്ഛനത് വിശ്വസിച്ച് ഞങ്ങളെ ഉപദേശിക്കാൻ വന്നതാണോ? അതെ, അമ്മാവ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ്റെ കാര്യം പറയാൻ തന്നെ ഞാൻ വന്നത്. എന്നതാ അച്ഛാ? അങ്ങേര് ഞങ്ങളെ ഉപേക്ഷിച്ച് പള്ളിയിൽ തന്നെ സ്ഥിരതാമസമാക്കിയോ? അതെ അമ്മേ, ഇബ്രാഹിം ചായ ഇപ്പോൾ നമ്മുടെ എല്ലാം കേട്ട് കർത്താവിന്റെ അടുത്തേക്ക് പോയി. അയ്യോ അയ്യോ, മോളെ, പള്ളിയിൽ വെച്ച് കുർബാനയ്ക്കിടെ പെട്ടെന്ന് അസ്വസ്ഥത വന്നു. ഇബ്രാഹിം ചായ കുഴഞ്ഞു വീണു. ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്താ അച്ഛാ? അച്ഛൻ എന്തോ ഈ പറയുന്നേ? എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ട് അച്ഛാ? അമ്മാവേ, മക്കളെ, നിങ്ങൾ ക്രിസ്തുവിൽ സമാധാനമായിരിക്കും. ദൈവം ഒന്നും സംഭവിക്കില്ല. അച്ഛാ, ഞങ്ങളുടെ പപ്പയുടെ പ്രാർത്ഥന ജീവിതം കണ്ട് വളർന്നവരാണ്. ആ പപ്പ ഇത്ര പെട്ടെന്ന് ദൈവം എന്താണ് ഇങ്ങനെ ഞങ്ങളോട് കാണിച്ചത്? മോളെ, ദൈവത്തിന്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുകയും നാം ദൈവത്തോട് അടുത്ത് ജീവിക്കണം. അച്ഛാ, ഞങ്ങളുടെ അച്ഛനില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയില്ല. അമ്മാവൻ ശാന്തമായിരിക്കും. കർത്താവ് കൂടെയുണ്ട്. അയ്യോ, എടാ ഇങ്ങനെ എന്താ പറ്റിയതാ? മോനെ, നിനക്ക് എന്താ പറ്റി? മമ്മി, ഇത് ചേച്ചി ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യാനായി എവിടെയോ മലയുടെ മുകളിൽ കയറിയതാണ്. പെട്ടെന്ന് എങ്ങനെയോ തെന്നി താഴേക്ക് വീണു. അയ്യോ, എന്നിട്ട് നീ ഇതെങ്ങനെ അറിഞ്ഞു? ഒടുവ് വല്ലതും ഉണ്ടോ? മമ്മി, ഞാൻ പെട്ടെന്ന് ആൽവിനെ വിളിച്ചു. ആൽവിനും ഫ്രണ്ട്സും കൂടെയാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഭാഗ്യം കൊണ്ട് മമ്മി ജീവൻ രക്ഷപ്പെട്ടത്. കുറച്ചൊന്ന് മാറിയിരുന്നെങ്കിൽ പിന്നെ ജീവനോടെ പോലും കിട്ടത്തില്ല. എന്റെ കർത്താവേ, ഞാൻ ഇതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് നേരിടും? ഇത്രയും നാൾ അച്ഛൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ ബലവും കഴിവും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിരുന്നു. മമ്മി, എന്റെ കാര്യങ്ങൾ ഇനി എന്ന് ശരിയാവും? മോളെ, എല്ലാം ശരിയാകും. എവിടെയോ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. മമ്മി, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. മമ്മി വിഷമിക്കുമെന്ന് കരുതിയ ഞാൻ പറയാതിരുന്നു. എന്താ മോനെ, നിനക്കും എന്തെങ്കിലും? മമ്മി, ആദ്യമൊക്കെ തമാശയ്ക്ക് തുടങ്ങിയെങ്കിലും പിന്നീട് ഞാൻ മദ്യത്തിന് അടിമയായി പോയിരുന്നു. ആരും ഒന്നും അറിയാതിരിക്കാൻ എല്ലാം ഞാൻ മരച്ചു പിടിച്ചു. എങ്കിലും എന്റെ ഫുട്ബോൾ കരിയറിനെ അത് കാര്യമായി ബാധിച്ചു. എന്റെ മോനെ, നീ എന്നതായി പറയുന്നേ? നീ ഒരു മദ്യപാനി ആയിരുന്നു. ഈ കുടുംബത്തിൽ നടക്കുന്നൊന്നും അറിയാതിരിക്കാൻ മാത്രം ഞാൻ വെറും ഒരു പൊട്ടിയായി പോയോ? മമ്മി എന്നോട് ക്ഷമിക്ക്. പപ്പ എന്നെ വാൺ ചെയ്തതായിരുന്നു. എന്നാൽ ഞാൻ പപ്പയുടെ വാക്കുകൾക്ക് വില കൊടുത്തില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ സ്നേഹിച്ച, ഞാൻ ആഗ്രഹിച്ച, ഞാൻ സ്വപ്നം കണ്ട എന്റെ ഫുട്ബോൾ കരിയറാണ്. മക്കളെ, ഇത്രയും നാളും നമുക്കൊരു നാഥൻ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളെ നല്ലത് പഠിപ്പിക്കാൻ നമുക്ക് നമ്മുടെ പപ്പ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ നമ്മളെ പറ്റി കരുതിയതും വിശ്വസിച്ചതുമൊക്കെ തെറ്റായിരുന്നു എന്ന് വളരെ വൈകിയാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. മമ്മി, പപ്പ തന്നെയായിരുന്നു ശരി. ഞാൻ പപ്പയെ എന്തൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട്. എന്താ എല്ലാവരുടെയും മുഖത്തൊരു വിഷമം? പപ്പയുടെ മരണം ഓർത്താണ്. അതിപ്പോൾ കുറച്ചു നാളായില്ല. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചു പോകണം.
കേൾക്കാനും ആഗ്രഹിച്ചു. അച്ഛോ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ദൈവമായി ഞങ്ങളെ ബന്ധിപ്പിച്ചിരുന്നത് അച്ഛനായിരുന്നു. ഞങ്ങളത് മനസ്സിലാക്കിയില്ല അച്ഛാ. ഇപ്പോൾ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല. അമ്മാമേ, ആരും കൂടെ ഇല്ലെന്ന് തോന്നൽ വരുന്നത് ദൈവവുമായി നമുക്ക് വ്യക്തിപരമായി ബന്ധം നഷ്ടപ്പെടുമ്പോഴാണ്. അച്ഛാ, പ്രാർത്ഥനയുടെ പേരിൽ പപ്പയെ പലപ്പോഴും ഞാൻ കളിയാക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അച്ഛ, പപ്പ എങ്ങനെയാണ് എന്നെ വളർത്തിക്കൊണ്ട് വന്നെന്ന് പോലും മറന്ന് എന്റെ സ്വന്തം ഇഷ്ടങ്ങളെ അനുസരിച്ച് ജീവിച്ചതാണ്. മക്കളെ, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാനുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. ക്രിസ്തുവിലുള്ള ജീവിതം കേവലം ലോകവുമായി കിട്ടുന്ന താൽക്കാലിക സുഖമോ സന്തോഷമോ അല്ല, മറിച്ച് നിത്യമായ സന്തോഷവും സമാധാനവുമാണ്. ശരിയാ അച്ഛൻ പറഞ്ഞത്. ഞങ്ങളുടെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ കഷ്ടതയും പരാജയങ്ങളും ഉണ്ടാകാം, എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ എല്ലാറ്റിനും ഒരു പരിഹാരമുണ്ട്. അന്ന് അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്നാൽ അച്ചായന്റെ വേർപാടിന് ശേഷം ഞാൻ കൂടുതലായി ദൈവത്തോടടുത്തപ്പോൾ എല്ലാം മനസ്സിലായിരുന്നു. വീഴ്ചകളും പരാജയങ്ങളും നമ്മളെ തളർത്തുവാനുള്ളതല്ല, മറിച്ച് നമ്മളെ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനുള്ള മുഖാന്തരമാണ്. അച്ഛാ, എന്റെ അറിവുകളിൽ ഞാൻ അഹങ്കരിച്ചിരുന്നു. ഞാനാണ് ശരി, ലോകം നൽകുന്ന അറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ വളരെ വിഷമിച്ചാണ് കുറച്ചു മുന്നേ എന്റെ റൂമിലേക്ക് പോയത്. അവിടെ എന്റെ ടേബിളിൽ പപ്പ ഒരു ബൈബിൾ വെച്ചിരുന്നു. ഞാൻ സാധാരണ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. എന്നാൽ എന്തോ ഇന്ന് ഞാൻ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് Psalms 18 ആണ്. The Lord is my rock, my fortress, and my deliverer. My God is my rock, in whom I take refuge, my shield and the horn of my salvation, my stronghold. മക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഭവനത്തിന്റെ അടിസ്ഥാനമാണ്. ഭവനത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായി ഒരുമിച്ചുള്ള പ്രാർത്ഥന ഭവനത്തെ ക്രിസ്തു ദൃഢമാക്കും. വൻ കാറ്റടിക്കും, വൻ തിരക്ക് വരും, എന്നാൽ ക്രിസ്തുവിൽ കെട്ടിപ്പടുത്ത ഭവനം ഒരു നാളും വീണുപോകുകയില്ല. ദൈവവുമായി ഒരു ഉറച്ച ബന്ധം നമുക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏത് പ്രതികൂലങ്ങളെയും നേരിടുവാൻ നമുക്ക് കഴിയും. ദൈവം എല്ലാം നടത്തും. He is the provider. He is Jehovah Jireh. He is our hope. The Christmas time reminds us again that Jesus is our hope. അച്ഛാ, ഞങ്ങൾക്കിപ്പം എല്ലാം മനസ്സിലായി. ഞങ്ങൾ ഇന്ന് മുതൽ ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഞങ്ങളുടെ പപ്പ എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ ആഗ്രഹിച്ചത്, അതുപോലെ ക്രൈസ്റ്റ് സെന്ററുടെ ഒരു കുടുംബമായി ഈ ഭവനമായി തീരും. ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എബ്രഹാം, നീ ഇത് കാണുന്നില്ലേ? നീ എന്ത് കാരണത്താൽ മനസ്സ് വിഷമിച്ച് എന്നോട് പ്രാർത്ഥിച്ചു? അതിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ ദൈവം, കാരുണ്യവാനായ കർത്താവേ, അടിയന്റെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകിയതിനാൽ സ്തോത്രം. എബ്രഹാം, നീയും നിന്റെ കുടുംബവും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും എന്റെ ദൃഷ്ടി എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചപേക്ഷിച്ചവരെ അവർ എത്ര വഴി തെറ്റിപ്പോയാലും തിരികെ വരുന്നതിനായി ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
കർത്താവേ, എന്റെ കുടുംബം നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ സേവിക്കുന്ന ഒരു കുടുംബമാണ്. എന്നാൽ കാലാന്തരത്തിൽ ചില മാറ്റങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടുത്തെ വഴി നടക്കുന്നു. എബ്രഹാം, നീ സന്തോഷമായിരിക്കുക. നീയും നിന്റെ കുടുംബവും സദാകാലവും എനിക്കുള്ളതാണ്. കർത്താവേ, എനിക്കിത് മാത്രമാണ്. എന്റെ പ്രാർത്ഥനയും യാചനയും അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടിയായിട്ട് സ്തോത്രം. എന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന ഇനിയും ഭൂമിയും മുഴങ്ങി. ദൈവമുള്ളപ്പോൾ ഒരു നാളും നശിച്ചു പോകുന്നില്ല എന്നുള്ളത് ലോകമായിട്ട് ദൈവത്തിന് സ്തുതി, എന്റെ ദൈവത്തിന് മഹത്വം. Ladies and gentlemen, we hope you enjoyed our performance. And now, presenting before you the incredible and talented casting team. Special thanks to our dear little angels, Tabitha, Bria, Jewel, Christina, the carolers, Neha Oman, Jennifer Minu, Ivan Binu Joseph, as Abraham, Abel Roy, as God, Angel Matthews, as the priest, Rohan Jacob, as Alvin, Ethan Santosh, as Tanya, Kessia Daniel, as Mariama, Irene Shijo, as Tina, Shima Mary Johnson. Screenplay and script was by Joshua Abraham Matthews. Direction was by Joshua Abraham Matthews and Sunita Elizabeth Cherian. Thank you. God bless us all.